ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസം കേട്ടോ. കാരണം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ, നമുക്ക് പേഴ്സണലി ധാരാളം ആളുകളെ നമുക്കറിയാം. അവരൊക്കെ അവരുടെ പലരുടെയും വർക്ക് പെർമിറ്റുകളൊക്കെ എക്സ്പയർ ആയി. പല ആളുകളും നാട്ടിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. പല ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇരിക്കുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വലിയ സർപ്രൈസായിട്ട് കനേഡിയൻ ഗവൺമെൻറ് ഒരു മാസീവ് PR ഇൻവിറ്റേഷൻ അവർ അയക്കുകയുണ്ടായി അല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്ന ഈ അടുത്ത കാലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഏകദേശം 6300 കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അവർ PR ഇൻവിറ്റേഷൻ അയച്ചു. ധാരാളം ആളുകൾക്ക് ഈ സമയത്ത് വലിയൊരു ആശ്വാസമായിട്ട് നിങ്ങൾക്കൊക്കെ PR ഇൻവിറ്റേഷൻ വന്നു എന്ന് അറിഞ്ഞതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കൺഗ്രാറ്റ്സ് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും ഒരു വലിയൊരു ഹോപ്പായിട്ട് എത്രയും വേഗം അങ്ങനെയുള്ള നല്ല നല്ല സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കട്ടെ. നമുക്കറിയാം, പല ആൾക്കാരെയും വിളിക്കുമ്പോഴൊക്കെ അവരുടെ മുഖത്തെ വിഷമം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലേ. പ്രത്യേകിച്ച് നാട്ടിലുള്ള അവരുടെ പേരൻസിൻ്റെ മാനസികാവസ്ഥ, തിരിച്ചവരുടെ മക്കൾ ഇവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് PR ആകാൻ പറ്റാതെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാരെ, നമ്മുടെ സൊസൈറ്റിയെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു സർപ്രൈസ് വന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ചിലരെങ്കിലും അവർ നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുക. ഞങ്ങളെ വിളിച്ച് പറയുകയുണ്ടായി. വളരെ വിഷമമായിരുന്നു സമയം. എന്നാൽ അവർ ഞങ്ങൾക്ക് PR ഇൻവിറ്റേഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ കോള്, അവരുടെ സന്തോഷം, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് വീഡിയോയിൽ, കപ്പിൾ ഓഫ് ഡേയ്സ് മുമ്പ് ഞാനത് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് ഡയറക്റ്റ് PR എടുത്ത് വരാൻ പറ്റുന്നത്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകളൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിലവിൽ ഈ ജൂലൈ മാസം തന്നെ 7 പ്രാവശ്യമാണ് വ്യത്യസ്തമായ കാറ്റഗറിയിൽ PR ഇൻവിറ്റേഷൻ വിളിച്ചിരിക്കുന്നത്. ഞാനൊന്ന് പെട്ടെന്നൊന്ന് പറയാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയ് 31 ലാസ്റ്റ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ, എക്സ്പ്രസ് എൻട്രിയിൽ 3000 ആൾക്കാർക്കുള്ള ഇൻവിറ്റേഷൻ അവർ അയച്ചത്. അതിനുശേഷം വിളിച്ചത് ഈ ജൂലൈ 17 അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്കൊരു മാസീവ് ഇൻവിറ്റേഷൻ, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ തന്നെ 6300 ആളുകളെ വിളിച്ചു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ലിസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അധികം ആളുകൾ ആരും ഒരുപക്ഷെ അങ്ങോട്ട് പോകാൻ മടിക്കുന്ന ഒരു കാര്യം, ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുക. അപ്പം കാറ്റഗറിയിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതിനേക്കാൾ ഒരു മാസീവ് PR ഇൻവിറ്റേഷൻ അവർ പല മാസങ്ങളും അയച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം തന്നെ 2 പ്രാവശ്യം, ഒരെണ്ണം 7000, ഒരെണ്ണം 2500. പിന്നെ ജൂലൈ മാസത്തിലും ഒരു 3600 ഇൻവിറ്റേഷൻസ്. അപ്പം അതുപോലെ തന്നെ മാർച്ചിൽ ഒരു 1500, 1400. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മളിൽ പല ആളുകളും ഈ ഒരേ കാറ്റഗറിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കിനാണ് നമുക്ക് ഈ ജോലി കിട്ടാനും PR കിട്ടാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമുക്കറിയാം, ഈ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയാണ്. എന്നാൽ ഇവരുടെ തന്നെ ഒരു ഫ്രഞ്ച് പ്രൊവിൻസ് ഉണ്ട്, ക്യൂബക്ക് എന്ന് പറയും, ക്യൂബക്ക് ഇമിഗ്രേഷൻ. ഞങ്ങൾ ആസ് എ ഫാമിലി ഈ ക്യൂബക്ക് ഇമിഗ്രേഷൻ വഴിയാണ് ഡയറക്റ്റ് PR എടുത്ത് ഞങ്ങളിവിടെ വന്നത്. നമ്മളിവിടെ വരുന്ന ഉടനെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് കനേഡിയൻ PR നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഫ്രഞ്ചൊക്കെ ഒന്ന് പഠിക്കണം, ഒരല്പം എഫോർട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാമാണത്. നമുക്ക് വേഗത്തിൽ PR കിട്ടാനുള്ള ഒരു ഓപ്ഷൻ. കാരണം അധികം ആളുകൾ അതിനായിട്ട് മെനക്കെടത്തില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം.
അപ്പം പക്ഷേ അതായത് ക്യൂബക്കിന് അവർ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രിയിൽ ഇല്ല. അവരുടെ ഒരു ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറി അത് നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ അവരുടെ ആ ഒരു ക്യൂബക്ക് ഇമിഗ്രേഷൻ്റെ ആ ഒരു വെബ്സൈറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രൊവിൻസ്, അതായത് അധികം ആൾക്കാർ സെലക്ട് ചെയ്യാത്ത, അപ്പോൾ അവിടെ എപ്പോഴും PR ഇൻവിറ്റേഷൻ അവർ കൂടുതൽ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതലായിട്ട് ഞാൻ ഈ ലിസ്റ്റിൽ കണ്ട ഒരു കാര്യം, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ഒക്യുപ്പേഷൻസ്, അതായത് അങ്ങനെയുള്ളതായിട്ടുള്ള എന്താ പറയുക കോഴ്സുകളൊക്കെ എടുത്ത് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ അതായത് PR കിട്ടിയ എല്ലാവർക്കുള്ള കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഇനിയും അതായത് പുതിയ ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. ഇനിയും ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒക്കെ നല്ല എന്താ പറയുക ശുഭവാർത്തകൾ കേൾക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നൗ ഐ എം സൈൻ ഔട്ട് യുവർ Rexy Joy. ബൈ.